C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. എവിടേക്ക് എവിടേക്കാ നീ വെപ്രാളപ്പെട്ട്? നീ എന്താ അങ്ങനെ ചോദിക്കുന്നത്? മനസ്സിലാവാത്തോട് തന്നെ. എടാ ശ്രീലക്ഷ്മിടാ. ശ്രീലക്ഷ്മിയോ? എവിടെ? രാജാറാം, നീ എന്താ ഇങ്ങനെ സംസാരിക്കുന്നത്? ശ്രീലക്ഷ്മി നീയും കണ്ടതല്ലേ? നീ ഇവിടേക്ക് വന്നതും നീ അന്വേഷിക്കുന്നതും നിന്റെ കാമുകയായിരുന്ന, നിന്റെ ഭാര്യയായിരുന്ന ശ്രീലക്ഷ്മിയെ. അതോ ശ്രീലക്ഷ്മിയെ മറന്ന് നീ വേറൊരു ജീവിതം ജീവിക്കാൻ തീരുമാനിച്ചോ? നീ എന്തൊക്കെയാ പറയുന്നത്? നീ ഇപ്പൊ കണ്ടില്ല എന്റെ ശ്രീലക്ഷ്മി? കണ്ടില്ലെന്ന്? ഞാൻ ആരെയാണോ അന്വേഷിക്കുന്നത് അവളെ ഞാൻ കണ്ടെത്തി കഴിഞ്ഞു. എനിക്കറിയാമായിരുന്നു നീ പറഞ്ഞു നിർത്താൻ പോകുന്നത് അവിടെ തന്നെ ആവുമെന്ന്. പക്ഷേ നീ ഇപ്പൊ പറഞ്ഞതിൽ ഒരു തിരുത്തുണ്ട്. നീ അന്വേഷിച്ച് കണ്ടെത്തിയത് നിന്റെ ശ്രീലക്ഷ്മി അല്ല. ശ്രീലക്ഷ്മിയെ പോലെ മുഖസാദൃശ്യമുള്ള മറ്റൊരു പെൺകുട്ടിയെയാണ്. ഈ നാട്ടിൽ എവിടെയോ ജനിച്ചു വളർന്ന മറ്റൊരു പെൺകുട്ടിയെ. നീ എന്തൊക്കെയാ രാജാറാമി പറയുന്നത്? എന്റെ ശ്രീലക്ഷ്മിയെ കണ്ട എനിക്ക് തിരിച്ചറിയില്ലെന്നോ? അത് ശ്രീലക്ഷ്മി തന്നെയാണ്, എനിക്ക് ഉറപ്പാത്. നിന്റെ ആ ഉറപ്പിന്മേൽ നിന്നുകൊണ്ട് തന്നെ ഞാനൊരു സംശയം ചോദിക്കട്ടെ. നിന്റെ ഭാര്യ ശ്രീലക്ഷ്മിയുമായി നീ എന്ത് സമാനതകളാണ് ഇപ്പൊ പോയ ആ പെൺകുട്ടിയിൽ നീ കണ്ടത്? ശ്രീലക്ഷ്മിയുടെ മുഖത്തെ നിഷ്കളങ്കത എന്നൊക്കെ നീ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ടല്ലോ. അങ്ങനെ ഒരു നിഷ്കളങ്കത ഈ പെൺകുട്ടിയിൽ നീ കണ്ടോ? ഈശ്വര വിശ്വാസിയായ ശ്രീലക്ഷ്മിയെ കയ്യിൽ കുറുവടിയുമായി നടക്കുന്ന മറ്റൊരു പെൺകുട്ടിയാണോ നീ സാമ്യപ്പെടുത്തുന്നത്? നീ പറഞ്ഞല്ലോ നിനക്ക് കണ്ടാൽ നിന്റെ ശ്രീലക്ഷ്മിയെ അറിയാമെന്ന്. എന്നിട്ടെന്താ നീ ഈ പറയുന്ന ശ്രീലക്ഷ്മിക്ക് നിന്നെ കണ്ട മനസ്സിലാവാത്തത്? നീ പറയുന്ന വെച്ചാണേൽ നിന്നെ കണ്ട മാത്രയിൽ അവൾ നിന്നെ തിരിച്ചറിയേണ്ടതല്ലേ? അതെല്ലാം പോട്ടേന്ന് വെക്കും. നിന്റെ ഭാര്യയ്ക്ക് കളരിപ്പയറ്റ് വശമുണ്ടായിരുന്നു. അമ്പലവും പ്രാർത്ഥനയുമായി നടന്നിരുന്ന നിന്റെ ഭാര്യയെ പോലെ അല്ല കയ്യിൽ കുറുവടിയുമായി ആരെയും കൊല്ലാൻ മടിക്കാത്ത ആ പെൺകുട്ടി. നീ ഏത് രീതിയിൽ ആലോചിച്ചാലും നിന്റെ ശ്രീലക്ഷ്മിയുടെ നേരെ ഓപ്പോസിറ്റ്. ഹലോ ഹലോ രാജാറാം സർ, ഞാൻ കൃഷ്ണയാ സംസാരിക്കുന്നത്. ആ പറയൂ കൃഷ്ണ. അതെ സർ, ഞാനിപ്പോ ശ്രീയുടെ വീട്ടിലാണ് നിൽക്കുന്നത്. അങ്കിളിന് ശ്രീയെ കാണണമെന്ന് അതിയായ ആഗ്രഹം പറയുന്നു. ശ്രീയെ പറ്റി എന്തെങ്കിലും വിവരം കിട്ടിയോന്ന് അറിയാൻ വേണ്ടി വിളിച്ചതായിരുന്നു. കൃഷ്ണ, അത് ഹലോ കൃഷ്ണ, രവിയ സംസാരിക്കുന്ന. ഹലോ സർ, ഞാനിവിടെ ശ്രീയുടെ വീട്ടിൽ വന്നപ്പോ സുദർശൻ അങ്കിളിന് ശ്രീ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. എന്തെങ്കിലും വിവരം കിട്ടിയോന്ന് അറിയാൻ. ഹലോ സർ. കൃഷ്ണ, നിങ്ങൾക്കെല്ലാം ആശ്വാസമാകുന്നൊരു വാർത്തയാണ് എനിക്ക് പറയാനുള്ളത്. ശ്രീലക്ഷ്മിയുടെ അച്ഛനോട് പറയും ശ്രീലക്ഷ്മിയെ ഞങ്ങൾ കണ്ടുവെന്ന്.
സാർ കണ്ടുന്ന്. ഹലോ സാർ, സാറ് പറഞ്ഞ സത്യമാണോ? അതെ, സത്യമാണ് ശ്രീലക്ഷ്മി അച്ഛ. ഒരു കുഴപ്പവും സംഭവിക്കാതെ പൂർണ്ണ ആരോഗ്യവതിയായി ദേ, എന്റെ കൺമുന്നിൽ തന്നെയുണ്ട് ശ്രീലക്ഷ്മി. സാർ, മോൾക്കൊന്ന് ഫോൺ കൊടുക്കാമോ? അവളുടെ ശബ്ദം ഒന്ന് കേൾക്കാനുള്ള കൊതി കൊണ്ടാ. അത് ശ്രീലക്ഷ്മി കുറച്ച് മാറി അപ്പുറത്ത് നിൽക്കുന്നു. അതെ സാർ, വേഗം മോളെ കൂട്ടി വരണം. എന്റെ കുട്ടിയെ കണ്ണിറയെ കാണണം എനിക്ക്. ശ്രീടച്ച, അങ്ങനെ വേഗം ഇവിടുന്ന് വരാൻ പറ്റില്ല. ഇവിടെ ആക്സിഡന്റ് കേസുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ഫോർമാലിറ്റീസ് കൂടെ ഉണ്ട്. അതുകൂടെ കഴിഞ്ഞാൽ ഞങ്ങൾ വേഗം അങ്ങോട്ട് വരാം. സാർ, എന്നാ ഞങ്ങൾ അങ്ങോട്ട് വരട്ടെ? അയ്യോ, വയ്യാതിരിക്കുന്ന ഈ സമയത്ത് യാത്ര ചെയ്യണ്ട. ഒരു കാര്യം ചെയ്യാം, ഞാൻ ഈ ഫോണിലേക്ക് ഇപ്പൊ വീഡിയോ കോൾ വിളിക്കാം. എന്നിട്ട് ശ്രീലക്ഷ്മിയെ കാണിച്ചു തരാം. അതുപോലെ ആ, ശരി സാർ. ദേവി സാറ് മോളെ വീഡിയോ കോൾ വിളിച്ച് മോളെ ഇപ്പൊ കാണിച്ചു തരാന്ന്. രാജാറാം, എവിടെ സാർ ഞങ്ങളുടെ മോള്? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.